ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ജനറൽ പർപ്പസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിലെ ഫയർ പമ്പ് റൂമിനെ കുറിച്ചാണ്. MEPയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം. ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിലെ ഫയർ പമ്പ് റൂമിലെ കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. ഒരു ഫയർ ടാങ്ക് റൂമിൻ്റെ മുമ്പുള്ള ഫയർ ടാങ്കാണ് കാണുന്നത്. സെക്ഷൻ ലൈനാണിത്. ഈ ടാങ്കിൽ നിന്നുമാണ് ഫയർ പമ്പിലേക്കും വെള്ളം എത്തുന്നത്. അതിനോട് ചേർന്നുള്ള വാൽവുകൾ നമുക്ക് കാണാം. ഇവിടെയാണ് സക്ഷൻ പമ്പുകൾക്ക് മുമ്പെയുള്ള വാൽവ് വരുന്നത്. ഇത് ഇലക്ട്രിക് പമ്പിന് മുമ്പായിട്ടുള്ള വാൽവാണ്. ഇത് ഡീസൽ പമ്പിലേക്ക് പോകുന്നതിന് മുമ്പുള്ള വാൽവാണ്. തൊട്ടടുത്ത് തന്നെ കാണുന്നതാണ് ജോക്കി പമ്പിലേക്ക് പോകുന്നതിന് മുമ്പുള്ള വാൽവ്. ഈ 3 പമ്പുകളും എത്തിച്ചേരുന്നത് പമ്പ് റൂമിലേക്കാണ്. ഫയർ പമ്പ് റൂമാണ് ഈ കാണുന്നത്. ഇത് ഇലക്ട്രിക് പമ്പാണ്. ഇലക്ട്രിക് പമ്പിന്റെ കൺട്രോളറാണ് ഈ കാണുന്നത്. ഇതെല്ലാം തന്നെ ഓട്ടോ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ജോക്കി പമ്പിന്റെ കൺട്രോളറാണ്. ജോക്കി പമ്പിനെ നമുക്ക് കാണാം, ചെറിയൊരു പമ്പാണ്. ചെറിയൊരു പവർ റേറ്റിംഗ് ആണ് ഉള്ളത്. 2.2 kW ആണ് ഉള്ളത്. സക്ഷൻ ലൈനിൽ നിന്ന് വരുന്ന ഭാഗത്ത് ഒരു പ്രഷർ ഗേജ് നമുക്ക് കാണാം. അതുപോലെ ഡിസ്ചാർജ് ലൈനിലും പ്രഷർ ഗേജ് കാണാം. ഇത് 3 പമ്പിനും ഉള്ളതാണ്. ഇത് ഡീസൽ പമ്പിന്റെ കൺട്രോളറാണ്. ഇത് പമ്പുകളുടെ പ്രഷർ കട്ട് ഇൻ റേഞ്ചാണ്, കട്ട് ഇൻ കട്ട് ഔട്ട് റേഞ്ചാണ്. ഈ പ്രഷർ റേഞ്ചിൽ എത്തുമ്പോഴാണ് ഈ പമ്പുകൾ വർക്ക് ചെയ്യുന്നത്. ജോക്കി പമ്പ് വർക്ക് ചെയ്യുന്നത് 160 SI ആകുമ്പോഴാണ്. 160 അതിൽ താഴെ വരുമ്പോഴാണ്. 170 SI ആകുമ്പോഴേക്കും അത് സ്റ്റോപ്പ് ചെയ്യുന്നു. അതുപോലെ ഇലക്ട്രിക്കൽ പമ്പ് വർക്ക് ചെയ്യുന്നത് 150 SI എത്തുമ്പോഴാണ്. അതുപോലെ കട്ട് ഔട്ട് ചെയ്യുന്നത് മാനുവലായിട്ടാണ്. ഡീസൽ പമ്പ് വർക്ക് ചെയ്യുന്നത് 145 SIക്ക് താഴെ വരുമ്പോഴാണ്. കട്ട് ഔട്ട് ചെയ്യുന്നത് മാനുവലായിട്ട്. ഇത് ഡീസൽ പമ്പാണ്. ഡീസൽ പമ്പിന്റെ സക്ഷൻ സൈഡിലും ഡിസ്ചാർജ് സൈഡിലും പ്രഷർ ഗേജസ് നമുക്ക് കാണാം. ഇത് എക്സോസ്റ്റ് പൈപ്പാണ്. ഡീസൽ പമ്പിൽ നിന്നുള്ള എക്സോസ്റ്റ് പൈപ്പാണ്. അതുപോലെ അതിൻ്റെ സക്ഷൻ സൈഡിലും ഡിസ്ചാർജ് സൈഡിലും ബാറ്ററികൾ നമുക്ക് കാണാം. ഇത് ഡീസൽ പമ്പിൻ്റെ ഡീസൽ ടാങ്കാണ്. അതുപോലെ ഡീസൽ ഫില്ല് ചെയ്യുന്നതിനുള്ള ഡീസൽ ഫില്ലിംഗ് ലൈനും നമുക്ക് കാണാവുന്നതാണ്. ഇത് പമ്പുകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലൈനാണ്, അതായത് ഡിസ്ചാർജ് ലൈനാണ്. ഇവിടെ നിന്നുമാണ് സൈറ്റിലേക്ക് പോകുന്നത്. ഇവിടെ നമുക്ക് വാൽവുകൾ കാണാം. ഡിസ്ചാർജ് ലൈൻ കഴിഞ്ഞിട്ടുള്ള വാൽവുകളാണ്. സൈറ്റിലേക്ക് നമുക്ക് അത് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാൽവ് ക്ലോസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് ലൈൻ കാണാം, പ്രഷർ റിലീഫ് ലൈനും കാണാം. പ്രഷർ റിലീഫ് ലൈൻ എന്ന് വെച്ചാൽ കൂടുതൽ ഡിസ്ചാർജ് ലൈനിൽ കൂടുതൽ പ്രഷർ ഉണ്ടാവുകയാണെങ്കിൽ അത് തിരികെ ടാങ്കിലേക്ക് റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈനാണത്. അതുപോലെ ടെസ്റ്റ് ലൈൻ എന്തിനാണെന്ന് വെച്ചാൽ മെയിൻ്റനൻസ് സമയത്ത്
നമുക്ക് നേരത്തെ പറഞ്ഞ ഡിസ്ചാർജ് ലൈനിലെ വാൽവ് ക്ലോസ് ചെയ്തിട്ട് പമ്പുകൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് തിരികെ ടാങ്കിലേക്ക് തന്നെയാണ് അതിൻ്റെ കണക്ഷൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു സെൻസിങ് ലൈൻ കാണാം. ഡിസ്ചാർജ് ലൈനിൽ സെൻസിങ് ലൈൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രഷർ റേഞ്ച് മനസ്സിലാക്കി അതിൻ്റെ സിഗ്നൽ കൺട്രോളറിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 3 പമ്പുകൾക്കും ഈ അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സെൻസിങ് ലൈൻ ഒരു ട്രാൻസ്ഡ്യൂസറിലേക്ക് വരുന്നു. ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് ഔട്ട് കൺട്രോളറിലേക്ക് വരുന്നു. പ്രഷർ റേഞ്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂ എത്തുമ്പോൾ ട്രാൻസ്ഡ്യൂസറിൽ നിന്നും കൺട്രോളറിലേക്ക് സിഗ്നൽ പോവുകയും ആ പമ്പ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് ഫയർ ഹോസ് റീലിലേക്കുള്ള കണക്ഷനാണ്. ഡിസ്ചാർജ് ലൈൻ 2 പർപ്പസിനായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്നത്. ഒന്ന് ഫയർ ഹോസ് റീലും ഒന്ന് സ്പ്രിംഗ്ലറുമാണ്. സ്പ്രിംഗ്ലറാണ് ഈ കാണുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.